മാതൃഭൂമി ആഴ്ച പതിപ്പിൽ 20-ലെ ഒരു ഓർമ്മ എന്നൊരു കവിത സച്ചിദാനന്ദൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൗവനാരംഭത്തിലെ ഒരു ഓർമ്മയാണത്. എം.എൻ. റോയിയുടെ ന്യൂ ഹ്യൂമനിസത്തോട് ചായ്വുള്ള സുഹൃത്തുക്കളെ അദ്ദേഹം തൃശ്ശൂരും കുറ്റിപ്പുറത്തും വളാഞ്ചേരിയിലും തിരുനാവായിലും മറ്റുമുള്ള അനൗപചാരിക ചർച്ചകൾ, അക്കാലത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകളെക്കുറിച്ചുള്ള സൂചനകൾ ഒക്കെ കടന്നു വരുന്ന ഒരു കവിതയാണ് 20-ലെ ഒരു ഓർമ്മ. കുറ്റകരമായ കവിത എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കും. കവിത എന്ന നിലയിൽ നല്ല നിലവാരം പുലർത്തുന്നുണ്ടെങ്കിലും ചരിത്രത്തോട് ഇത്രയേറെ കുറ്റം ചെയ്ത ഒരു കവിത സമീപകാലത്ത് ഞാൻ വായിച്ചിട്ടില്ല. സച്ചിദാനന്ദൻ ഇത്രമാത്രം സങ്കുചിതമായ കണ്ണുകളോടെയാണല്ലോ ലോകത്തെ കാണുന്നത്. തിരുമ്മി അടച്ചത് അദ്ദേഹം സത്യത്തിൻ്റെ മിഴികളെയാണ്. ഈ കവിതയിൽ അദ്ദേഹം ബോധപൂർവം 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ മറക്കുന്നുണ്ട്. മഹാകവി എടശ്ശേരിയെ, മഹാകവി അക്കിത്തത്തെ, എം.വി. ദേവനെ. ഈ 3 പേര് ഒരുപക്ഷെ സച്ചിദാനന്ദൻ്റെ ചതുരവടിവിൽ ഒഴുകുന്നവരായിരിക്കത്തില്ല. സച്ചിദാനന്ദൻ ഇവരോടുള്ള വൈരാഗ്യബുദ്ധി വളരെ പ്രകടമാണ്. എടശ്ശേരിയും അക്കിത്തവും ദേവനും സത്യം സത്യമായി പറഞ്ഞ കവികളാണ്. അതുകൊണ്ട് തന്നെ അസത്യത്തിൻ്റെ പതാകവാഹകനായി കുറേ നാളായി സഞ്ചരിക്കുന്ന സച്ചിദാനന്ദന് അവരെ ഓർക്കാൻ കഴിയില്ല. പക്ഷേ മലയാളവും ഭാഷയും ചരിത്രവും മഹാകവി എടശ്ശേരിയെയും അക്കിത്തത്തെയും ദേവനെയും ഓർക്കും എന്ന് മാത്രമേ സച്ചിദാനന്ദനോട് പറയാനുള്ളൂ. സമീപകാലത്ത് അദ്ദേഹം എഴുതുമ്പോഴൊക്കെ എത്ര വിഭാഗീയമായിട്ടാണ്, എത്ര സങ്കുചിതമായിട്ടാണ് നമ്മുടെ ചരിത്രത്തെ, കാലത്തെ നോക്കിക്കാണുന്നത്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങളിൽ ഒഴിവാക്കപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലാണ്. സച്ചിദാനന്ദൻ ഒഴിവാക്കിയവരായിരിക്കും ഒരുപക്ഷെ ഭാവിയിൽ, ഒരുപക്ഷെ അല്ല, അസന്ധിഗ്ധമായി പറയാം, ഭാവിയിൽ മലയാളത്തിൻ്റെ പ്രകാശഗോപുരങ്ങളായി ചരിത്രം രേഖപ്പെടുത്തുന്നത്. സ്വപ്നശിഷ്ടം എന്ന കണിമോളിൻ്റെ കവിത നല്ല കവിതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കണിമോളുടെ ഈ കവിതയുടെ ഒരു പ്രത്യേകത, ആഖ്യാനത്തിൻ്റെ സൗന്ദര്യമുണ്ട്, അതോടൊപ്പം തന്നെ സംഭാഷണത്തിൻ്റെയും സംവാദത്തിൻ്റെയും മാതൃകയുണ്ട്. പിന്തിരിഞ്ഞു ഞാൻ കണ്ണു തുറന്നു, പുലർവെട്ടം എൻ്റെ വാതിലിൽ വന്നു മുട്ടുന്ന സ്വരം കേട്ടു, സ്വപ്നമായിരുന്നെന്നോ ഞാനുമെൻ പേരും വീടും അച്ഛനും കാപ്പിപ്പൂവിൻ മണമുള്ളൊരാ മഞ്ഞും. എത്ര മനോഹരമായിട്ട് കണിമോള് മലയാളത്തിൻ്റെ കാവ്യഭാവനയുടെ മുന്നിൽ കണിയൊരുക്കുന്നു ഈ കവിതയിലൂടെ. പൂച്ചയ്ക്കൊരു വാഴ്ത്ത് എന്ന കവിത, അത് പാബ്ലോ നെരൂദയുടെ കവിതയ്ക്ക് വി രവികുമാർ നൽകിയ മനോഹരമായ പരിഭാഷയാണ്. ആ കവിത പാബ്ലോ നെരൂദയുടെ കലാപ്രതിഭയോട് ചെയ്ത നല്ല ഒരാദരവായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ധൂളർ എന്ന പേരിൽ ഒരു ദീർഘമായ കഥ കെ.വി. മണികണ്ഠൻ എഴുതിയിട്ടുണ്ട്. കെ.വി. മണികണ്ഠനെ പോലുള്ള കഥാകൃത്തുക്കൾ നമ്മുടെ കഥാലോകത്തെ ഊർജ്ജസ്വലമാക്കുന്നു, പുതുകവിതയുടെ പുതിയ വഴികളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് കെ. രഘുനാഥൻ എഴുതുന്ന അജ്ഞാതനാമ എന്ന നോവലാണ്. അത് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അജ്ഞാതങ്ങളായ അനുഭവങ്ങളിലേക്ക് മലയാളി കടന്നു പോവുകയാണ്. കെ. രഘുനാഥൻ ഈ അടുത്ത കാലത്ത് ഭാഷയ്ക്ക് നൽകുന്ന സവിശേഷമായ സംഭാവനകളെ ആദരവോടെ ഞാൻ നോക്കിക്കാണുന്നു. അതോടൊപ്പം തന്നെ കെ.സി. നാരായണൻ്റെ അക്ഷരം പ്രതി എന്ന പംക്തിയിൽ എം.എൻ. വിജയൻ മാഷും എം.പി. ശങ്കുണ്ണി നായരും ഒക്കെ കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആദരണീയനായ വേണുഗോപാല പണിക്കർ, അദ്ദേഹത്തിൻ്റെ ഭാഷാശാസ്ത്രപരമായ ചില കാഴ്ചപ്പാടുകൾ വരുന്നു. ഇങ്ങനെ നമ്മുടെ സംസ്കൃതിക്കും നമ്മുടെ ഭാഷയ്ക്കും സംഭാവന നൽകിയവരെ പരാമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും കെ.സി. നാരായണൻ്റെ ഈ പംക്തിയുടെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. മലയാളം വാരികയും അതുപോലെ സവിശേഷമായ ചില കവിതകളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. 2 കവിതകൾ എന്ന സുജിത് കുമാറിൻ്റെ കവിത, തീർച്ചയായും അദ്ദേഹം ഭാഷയിൽ വളരെ ശ്രദ്ധിച്ച് കവിത എഴുതുന്ന ഒരാളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഭാര്യയ്ക്ക് പനി അധികമായി, ഓട്ടോ പിടിച്ച് ആശുപത്രിയിൽ പോവുകയാണ്, മക്കളോട് അമ്മുമ്മയ്ക്കൊപ്പം ഇരിക്കുവാൻ പറഞ്ഞു എന്നിങ്ങനെ വളരെ സാധാരണമായ നിലയിൽ ആരംഭിക്കുകയും വെയിലത്തെ സുവർണ ചെരുവുകളിൽ ഒരു നിമിഷം എന്ന കവിത അവസാനിക്കുകയും ചെയ്യുന്നു. എം.സി. പോളിൻ്റെ ആത്മഹത്യയ്ക്ക് മുൻപ് എന്ന കവിതയും നല്ല നിലവാരം പുലർത്തുന്നു എന്ന യാതൊരു സംശയവും ഇല്ലാതെ എനിക്ക് പറയാൻ കഴിയും. ഒറ്റുകൊടുക്കപ്പെട്ട മനസാക്ഷിക്ക് വെള്ളി നാണയം
ഇത് പ്രാക്തന സ്മൃതിയുടെ ബോധധാരാ സങ്കീർത്തനം എന്ന് എഴുതുമ്പം പുതിയ ഭാഷയിൽ എങ്ങനെ കവിത എഴുതണം എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തവണത്തെ മലയാളം ശ്രദ്ധേയമാവുന്നത് PS പ്രദീപ് എഴുതിയ വിശ്വമാനവികത കവിഞ്ഞൊഴുകിയ രവിഹൃദയം എന്ന നല്ല ഒരു ലേഖനത്തിലൂടെയാണ്. PS പ്രദീപ് പലപ്പോഴും നമ്മുടെ ഭാഷയെക്കുറിച്ച്, നമ്മുടെ സാഹിത്യത്തെക്കുറിച്ച്, സാഹിത്യ വിമർശനത്തെക്കുറിച്ച്, കവിതയെക്കുറിച്ചൊക്കെ എഴുതുമ്പം അത് നല്ല നിലവാരം പുലർത്തുന്നു, നന്നായി പഠിച്ചെഴുതുന്നു. മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സർഗാത്മക ജീവിതം പുനർവായിക്കുന്ന ഷെയ്ഡ്സ് ഓഫ് ഡിഫറൻസ് എന്ന ഗ്രന്ഥത്തിൻ്റെ വായനയും ടാഗോർ സ്മൃതിയുമാണ് ഈ നല്ല ലേഖനത്തിന് കാരണമായി തീരുന്നത്. മലയാള ചെറുകഥയിലെ പൊതിച്ചോറുകൾ എന്ന വ്യത്യസ്തമായ ലേഖനം OS പ്രിയദർശൻ്റേതാണ്. മലയാള ചെറുകഥയിലെ ഈ പൊതിച്ചോറ് കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട 3 കഥകൾ. പൊതിച്ചോർന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കാരൂരിനെയാണ് ഓർമ്മ വരിക. OV വിജയൻ്റെ കടൽ തീരത്ത്, അതോടൊപ്പം തന്നെ SR ലാലിൻ്റെ എരിവ്. ഇത്തരത്തിൽ വളരെ മനോഹരമായ വ്യത്യസ്തമായൊരു പഠനമായിട്ട് ഈ ലേഖനം മാറിത്തീരുകയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം എൻ്റെ വീട്ടുമുറ്റത്തും എന്ന ഡോക്ടർ PR ജയശീലൻ എഴുതിയ SK വസന്തൻ മാഷിന് ലഭിച്ച എഴുത്തച്ഛൻ പുരസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന ആ ലേഖനവും, മാർക്സിസ്റ്റ് സാഹിത്യ വിമർശനം ഒരു പുനർവിചിന്തനം എന്ന ഡോക്ടർ സീന ഗോപിനാഥപിള്ളയുടെ ലേഖനവും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ സംഗീതയാത്രകൾ മാധ്യമത്തിൽ തുടരുകയാണ്. നിങ്ങൾ ഇടതുപക്ഷക്കാരനോ വലതുപക്ഷക്കാരനോ എന്ന കവിത മാധവൻ പുറച്ചേരി പരീക്ഷണ സ്വഭാവത്തോടെയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. തസ്രീം കൂടരഞ്ഞിയുടെ പൂവൻ എന്ന കവിത, ജയചന്ദ്രൻ്റെ വചനം, ഇന്ദിരാ അശോകിൻ്റെ ചാവുപാട്ട്, അതൊക്കെ നല്ല നിലവാരം പുലർത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേസരി വാരികയിലും അത്തരത്തിൽ ചില നല്ല ലേഖനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ശ്രദ്ധിക്കപ്പെടേണ്ടത് ആഗോള ഗ്രാമത്തിലെ മാതൃഭാഷകൾ എന്ന പ്രൊഫസർ നടുവട്ടം ഗോപാലകൃഷ്ണൻ്റെ പഠനാർഹമായ ലേഖനവും ഡോക്ടർ ലതാ നായരുടെ പാശ്ചാത്യ പൗരസ്ത്യ കാഴ്ചപ്പാട് എന്ന ലേഖനവുമാണ്. അദ്വൈതം എന്ന PS മോഹൻ്റെ ലേഖനം തീർച്ചയായും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് നമ്മുടെ ആനുകാലികങ്ങൾ പടുത്തുയർത്തപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നല്ല ആലോചനകൾ, അതിൻ്റെ സമൃദ്ധി അതുതന്നെയാണല്ലോ ആനുകാലികങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വീണ്ടും നമുക്ക് സാഹിത്യ വാരഫലത്തിലൂടെ അടുത്ത വാരം കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള ആദരവും സ്നേഹവും രേഖപ്പെടുത്തുന്നു. നമസ്കാരം.